ഹലോ, എല്ലാവർക്കും ഈ ചെറിയ വ്ളോഗിലോട്ട് സ്വാഗതം. 13th ജൂലൈ ടു 16th ജൂലൈ 2024 ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് പോയിട്ടായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി. സോ ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഒരു കാശ്മീർ ട്രിപ്പിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാശ്മീർ പോകുമ്പോൾ അവിടെ അമർനാഥ് യാത്രയുടെ സീസൺ അല്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം അമർനാഥ് യാത്രയുടെ സീസൺ ആകുമ്പോൾ അവിടെ പെഹൽഗാം, മെയിനായിട്ടുള്ള പെഹൽഗാമിലെ ABC വാലീസ്, ആരു, ബേതാബ്, ചന്ദൻവാരി അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്, അത് ക്ലോസ്ഡ് ആയിരിക്കും. മാത്രമല്ല സോൻമാർഗ് ക്ലോസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും സോൻമാർഗ് കവർ ചെയ്യാൻ. സോ നിങ്ങൾ പോകുന്ന സമയത്ത്, ഇത് മോസ്റ്റ്ലി അമർനാഥ് യാത്ര എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലാണ്. ജൂലൈ മാസത്തിൽ എപ്പോഴാണെന്ന് അന്വേഷിച്ച് ആ സമയം ഒഴിവാക്കി ബാക്കിയുള്ള ടൈമിൽ ഐറ്റിനറി പ്ലാൻ ചെയ്യുക. അതർവൈസ് അമർനാഥ് യാത്രയുടെ ഒന്ന് ടൂറിസ്റ്റ് സ്പോട്ട്സ് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ട്രാഫിക് ബ്ലോക്ക്സ് ഉണ്ടാവും, ചെക്കിങ്ങും ഇച്ചിരി കൂടുതലായിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾ അമർനാഥ് യാത്രയുടെ സീസണിൽ പോവാതിരിക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാവരും 5 ദിവസത്തെ ഐറ്റിനറി ആണെങ്കിൽ എല്ലാവരും സോൻമാർഗ്, ഗുൽമാർഗ്, ദൂദ് പത്രി, പെഹൽഗാം, ഇത് 4 അവരുടെ ഐറ്റിനറിയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഒത്തിരി ദിവസം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഐറ്റിനറിയാണ്. പക്ഷേ നിങ്ങൾക്ക് 5 ദിവസം 5 സ്ഥലങ്ങളിലുള്ള ഐറ്റിനറി എടുത്താൽ നിങ്ങൾ ഭയങ്കര ടയേർഡായിരിക്കും. കാരണം ശ്രീനഗറിന് ഈ എല്ലാ സ്ഥലങ്ങളും മിനിമമാണ് ഞാൻ പറയുന്നത്, മിനിമം 1 മണിക്കൂറോളം ഉണ്ട്. സോ എല്ലാ ദിവസവും രാവിലെ എണീച്ച് പോയി അവിടെ ഒന്ന് ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡാണ് എല്ലാം, ഗുൽമാർഗ്, സോൻമാർഗ് ആയാലും പെഹൽഗാം എല്ലാം ആയാലും. സോ നിങ്ങൾ ടയേർഡ് ആവും. ഈ വെക്കേഷൻ എന്ന് പറയുന്നത് റിലാക്സേഷൻ പോയിട്ട് ശരിക്കും ഒരു എന്താ പറയുക, ജോലിക്ക് പോണ പോലെ ഫീൽ ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് 5 ദിവസത്തെ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ വിട്ടിട്ട് ബാക്കി 4 സ്ഥലങ്ങളിൽ നന്നായി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഗുൽമാർഗ് പോയിട്ട് ഗുൽമാർഗ് 2 ദിവസം സ്റ്റേ, പെഹൽഗാം 2 ദിവസം സ്റ്റേ, അങ്ങനെ മാത്രമാക്കി ചുരുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ അടുത്ത സ്ഥലങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. കാരണം എല്ലാ സ്ഥലങ്ങളും കണ്ടതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് അവിടെ എൻജോയ് ചെയ്യണമല്ലോ. സോ മേക്ക് ഷുവർ യുവർ itinerary ഈസ് നോട്ട് ടൈറ്റ്ലി പാക്ഡ്, ബിക്കോസ് കാശ്മീർ ഹാസ് ലോട്ട് ഓഫ് ട്രാവൽ. ലൈക്ക് ശ്രീനഗറിന് നല്ലോണം ട്രാവൽ ചെയ്തിട്ട് വേണം ഓരോ സ്ഥലത്തേക്കും പോകാൻ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഗുൽമാർഗ് എങ്ങനെ കവർ ചെയ്യാന്നുള്ളതാണ്. ഗുൽമാർഗിൽ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യുക ഓൺലൈനാണ്. ഓൺലൈനിൽ ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനിൽ ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ phase 1, phase 2 എന്നുള്ള 2 ഓപ്ഷൻ കാണും. phase 1 രാവിലെ 9 to 11:30 ആണ് ഫസ്റ്റ് സ്ലോട്ട്, 11 or 11:30 ആണ് ഫസ്റ്റ് സ്ലോട്ട്. phase 2 നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് 9 to 1:30 എന്തോ ആണ്. സോ നിങ്ങൾ രണ്ടിൻ്റെയും ഫസ്റ്റ് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഫസ്റ്റ് phase 1 അതായത് രാവിലെ തന്നെ 9 മണിക്ക് ഗുൽമാർഗ് എത്താൻ നോക്കുക, ടു എക്സ്പ്ലോർ മാക്സിമം. നിങ്ങൾ വൈകി വന്നാൽ നിങ്ങൾക്ക് phase 1 എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. നിങ്ങൾ നേരെ phase 1 phase 2 പോകേണ്ടി വരും. കാരണം phase 1 പോകേണ്ട ക്യൂവും phase 2 പോകേണ്ട ക്യൂവും വളരെ വലുതാണ്. പിന്നെ phase 2 നമ്മൾ തിരിച്ച് താഴോട്ട് എത്താനുള്ള ക്യൂവും വളരെ വലുതാണ്. സോ ഈ ക്യൂവിൽ നിൽക്കുന്ന സമയം നിങ്ങൾക്ക് ഒരു വിധപ്പെട്ട സമയം തന്നെ അതിലോട്ട് പോകും. അതുകൊണ്ട് ബാക്കി പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളുടെ സമയം കുറയും നിങ്ങൾ വൈകിപ്പോയി കഴിഞ്ഞാൽ. സോ മേക്ക് ഷുവർ നിങ്ങൾ രാവിലെ 9 മണിക്ക് തന്നെ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഗുൽമാർഗ് എത്തുക. എന്നാലേ നിങ്ങൾക്ക് phase 1 കുറച്ച് സമയവും phase 2 കുറച്ച് അധികം സമയവും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർത്ത് പോയിന്റ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ ഞങ്ങളുടെ മൂഡിനെ ഭയങ്കരമായി സ്പോയിൽ ചെയ്തൊരു കാര്യമാണ്. നിങ്ങളുടെ ടാക്സി ഡ്രൈവേഴ്സ് നിങ്ങളെ ടാക്സി ഡ്രൈവേഴ്സ് മൂലം നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നോക്കുക. കാരണം കാശ്മീരിലെ എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനും കമ്മീഷൻ അടിക്കാൻ വേണ്ടി പല 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 കടകളിലുമായിട്ട് ലിങ്ക്സ് ഉണ്ടാവും. സോ നമ്മളവരുടെ ടാക്സിയിൽ കയറിയ പാടെ അവരുടെ കടയിൽ നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. സോ അപ്പം തന്നെ നിങ്ങൾ
അതിനെ ഡിഫ്ലക്ട് ചെയ്ത് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഡെസ്റ്റിനേഷനിൽ പോകണം, ഇന്ന ഡെസ്റ്റിനേഷനിൽ പോകണം, ഞങ്ങൾക്ക് വേറൊരു പർച്ചേസ് നടത്താനും താല്പര്യമില്ല എന്ന് പറയണം. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവരുടെ ഒത്തൻറ്റിക് കവ്വ ചായ അല്ലെങ്കിൽ ഒത്തൻറ്റിക് കാർപ്പറ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവരുടെ ലിങ്കുള്ള ഒരു കടയിൽ കൊണ്ട് നിങ്ങളെ ചെന്ന് എത്തിക്കാനാണ്. നമ്മളാണെങ്കിൽ പ്രഷർ കാരണം അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരികയും ചെയ്യും, നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്തു. ഞങ്ങൾ 5 ദിവസത്തിന് ഒരു ടാക്സി ഡ്രൈവറെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവൻ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഞങ്ങളോട് ചോദിക്കാണ്ടേയും പറയാണ്ടേയും 2-3 കടകളുടെ മുന്നിൽ കൊണ്ടേ നിർത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. കാരണം അവർ പറഞ്ഞു നമ്മൾ അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുകയും ചെയ്യും. പിന്നെ ആ കടയിലുള്ള ആൾക്കാർ നമുക്ക് ഭയങ്കരമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തുടങ്ങും എല്ലാ കാര്യത്തിനെ കുറിച്ചും. അപ്പൊ നമ്മൾ പ്രഷറിൽ വരും, വാങ്ങിക്കാതിരിക്കുന്നത് മോശമാണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മളുടെ കയ്യിൽ വന്ന് നമ്മൾ അത് പർച്ചേസ് ചെയ്ത് പോകും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടാതിരിക്കാൻ നോക്കുക. ഇങ്ങനെ എന്തെങ്കിലും കടകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടുപോകാന്ന് അവർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പറയാം നിങ്ങൾക്ക് അതിനുള്ളൊരു താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഈ ഡെസ്റ്റിനേഷനിൽ താല്പര്യമില്ല, നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ പോകണം എന്നുള്ള കാര്യം കൃത്യമായി പറയാം. അൺലെസ് നിങ്ങൾക്ക് അങ്ങനെയുള്ള കടകളിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷെ അത് ഒതന്റിക് ആയിട്ടുള്ള സ്ഥലമാണോ എന്ന് അറിയാനുള്ള വഴിയില്ല. സോ നിങ്ങൾ കൃത്യമായി റിസർച്ച് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതർവൈസ് എല്ലാ ടാക്സി ഡ്രൈവേഴ്സും നമ്മളെ മുതലാക്കാൻ മാക്സിമം ശ്രമിക്കും. ഒന്ന് നമ്മളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും, പിന്നെ ഓൾസോ അവർക്ക് നമ്മളോട് ചോദിക്കും പറയാനും കുറെ കടകളിൽ കൊണ്ടുപോയി നിർത്തും. സോ കൃത്യമായി അതിനെ ഡിഫ്ലക്ട് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള താല്പര്യം ഇല്ലായ്മ നിങ്ങൾ പറയാം. ഓക്കെ, 5th പോയിന്റ്, നിങ്ങൾ പെഹൽഗാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെഹൽഗാമിൽ നിങ്ങൾ ബേസിൻ വാലി പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോണി റൈഡാണ് അവിടുത്തെ ഫേമസ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബേസിൻ വാലി. അവിടെ പോണി റൈഡ് ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ താഴെ ഒരു പോയിന്റിൽ നിന്ന് കുതിരയിൽ നിങ്ങളെ മേലെ കൊണ്ടുപോകും. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോൺസിക്വൻസസ് ഭയങ്കരമായ ബോഡി പെയിനും നമുക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥ, നമുക്ക് ഒരു ദിവസം റെസ്റ്റ് വേണ്ടത്തോളം ബോഡി അനങ്ങും. അൺലെസ് നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ, നിങ്ങൾ ഫിറ്റ് ആണ്, ദിവസവും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതർവൈസ് നിങ്ങൾക്ക് നല്ലോണം ബോഡി പെയിൻ ഉണ്ടായേക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് അത് പോണി റൈഡ് എന്ന് പറയുന്നത്. സോ ഒന്ന് നിങ്ങൾ മേക്ക് ഷുവർ പെഹൽഗാമിൽ പോവുകയാണെങ്കിൽ പോണി റൈഡ് മാക്സിമം ലാസ്റ്റ് ഡേ ചെയ്യാൻ നോക്കുക. അതർവൈസ് നിങ്ങൾക്ക് ആ ബോഡി പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ബോഡി ഉളുക്കാൻ വരെ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ ഒരു ബമ്പി റൈഡാണ്, അതിങ്ങനെ ചാടി പോകുന്നൊരു റൈഡാണ് ഈ പോണി റൈഡ് എന്ന് പറയുന്നത്. സോ പെഹൽഗാം നിങ്ങളുടെ ഐറ്റിനറിയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ലാസ്റ്റ് തന്നെ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ബോഡി പെയിൻ കാരണം പ്രശ്നം ഉണ്ടാവും. ഓക്കെ, 6th പോയിന്റ് എന്ന് പറയുന്നത് അവിടെ എല്ലാത്തിനുള്ള വിലയാണ്. എല്ലാത്തിനും അവര് ഡബിൾ അല്ല ട്രിപ്പിൾ പൈസയാണ് കോട്ട് ചെയ്യുക. സോ നിങ്ങൾ അതിനനുസരിച്ച് വേണം ബാർഗെയിൻ ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോണി റൈഡ്, പെഹൽഗാമിലേക്കുള്ള പോണി റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 2000 രൂപ കൊടുക്കാനുള്ളത് മാത്രമേ അതിലുള്ളൂ. പക്ഷെ അവര് നമുക്ക് കോട്ട് ചെയ്യുക ഒരാൾക്ക് 4000 5000 ആണ് കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് വിവരമില്ല, അറിവില്ലെങ്കിൽ, നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലോണം കാശവും, അത് ഈ പോണി റൈഡ് മാത്രമല്ല ബാക്കി എന്തും തന്നെയാണെങ്കിലും നല്ലോണം കാശവും. സോ അത് ശ്രദ്ധിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ്മീർ ട്രിപ്പിന്റെ മൂഡ് നിങ്ങളുടെ സ്പോയിലായി പോവും. അത്ര നല്ലൊരു അനുഭവം ആയിരിക്കില്ല. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് അത്ര നല്ല ഫീൽ അല്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആണ് നമുക്കൊന്ന് ഓൾറൈറ്റ് ആയത്. കാരണം എന്തൊക്കെയോ കാശ് അവിടെ ഇവിടെ പോയൊരു അവസ്ഥയായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാശ്മീർ അതർവൈസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. സോ ഹാവ് എ സേഫ് ട്രിപ്പ്.